Hello. Welcome to market discussion of the day. Today, August 3rd, 2026. മൺഡേ ആണ്, പുതിയൊരു വീക്കാണ്. സോ പുതിയൊരു വീക്കിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ച് അടുത്ത തിങ്കളാഴ്ച, അതായത് ഓഗസ്റ്റ് 10 വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും, എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ. സോ ഇന്ന് നമ്മൾ മാർക്കറ്റ് ഡിസ്കഷന് മുന്നേ ആയിട്ടൊരു ജസ്റ്റ് നമ്മുടെ അൽഗോ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. സോ അൽഗോയുടെ റിസൾട്ടൂടെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു പോവാം. ഓക്കെ. ഞാനൊരു ജസ്റ്റ് ഒരു റെക്കോർഡഡ് വീഡിയോ ആണ്. സോ കഴിഞ്ഞ മാസം 6 തൊട്ടാണ് നമ്മൾ ഈ അൽഗോ ഓടിച്ച് തുടങ്ങിയത് ലൈവ് അക്കൗണ്ടിൽ. ഓക്കെ. സോ അത് ഇന്നേ വരെയുള്ള റിസൾട്ട് ജസ്റ്റ് ഞാനൊന്ന് ഓടിച്ച് പറയാം. ഓക്കെ. സോ ഇതാണ് നമ്മുടെ അൽഗോയുടെ നമ്മുടെ അൽഗോയുടെ കഴിഞ്ഞ 3 ആഴ്ചത്തെ റിസൾട്ടാണ് നിങ്ങൾ കാണുന്നത്. സോ അതിൽ നമ്മൾ ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഫിറ്റ് വന്നിട്ട് $1252 പ്രോഫിറ്റ് ആണ്. നിങ്ങൾക്ക് ഓൾറെഡി ഒരു സ്ക്രീൻഷോട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പ്രോഫിറ്റ് വന്നിട്ട് $312 പ്രോഫിറ്റ് ഓൾറെഡി റണ്ണിങ് ആയിട്ട് നടക്കുന്നുണ്ട്. നമ്മളത് ക്ലോസ് ചെയ്തിട്ടില്ല. ഓക്കെ. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു പ്രോഫിറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റിയത് വെറും $3000 ക്യാപിറ്റൽ വെച്ചിട്ടാണ്. അതായത് ഓൾറെഡി നമ്മൾ ഹാഫ് ഓഫ് ദ, അതായത് 50% പ്രോഫിറ്റ് നമ്മൾ ഓൾറെഡി ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. ഓക്കെ. സോ ഇത് കഴിഞ്ഞ 3 ആഴ്ച നല്ലതായിരുന്നു എന്ന് പറഞ്ഞ എല്ലാ ആഴ്ചയിലും ഇതേപോലെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതല്ല. ഡെഫിനറ്റ്ലി ലോസുകൾ ഉള്ള വീക്കുകൾ ഉണ്ടാവും. ഓക്കെ. പക്ഷെ നമ്മൾ പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ലോങ്ങർ ടേമിൽ നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആയിട്ട് പോകാനായിട്ട് പറ്റും. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ ലിങ്ക് റെഡി ആയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ ലിങ്ക് ത്രൂ രജിസ്ട്രേഷൻ ചെയ്യുക. അതേപോലെ നിങ്ങൾ ആരുമായിട്ടാണോ കോൺടാക്ട് ചെയ്തിട്ടുള്ളത് അവരെടുത്ത് സംസാരിച്ചിട്ട് നിങ്ങളുടെ ക്യാപിറ്റൽ എത്രയാണോ ആ ക്യാപിറ്റൽ അനുസരിച്ചുള്ള ലോട്ട് സൈസ് മാത്രം എടുക്കുക. അതിൽ കൂടുതൽ ലോട്ട് സൈസ് എടുത്തു കഴിഞ്ഞാൽ അത് റിസ്കി ആയിരിക്കും, അത് നിങ്ങളുടെ ബാധ്യതയായിരിക്കും. നിങ്ങൾ അത് പ്രോപ്പറായിട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ. സോ ഇതാണ് നമ്മളുടെ അൽഗോയുടെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ബേസിക്കലി എന്താ പറയുക, നമുക്ക് ഈ കഴിഞ്ഞ 3 ആഴ്ച കൊണ്ടിട്ട് തന്നെ ഓൾമോസ്റ്റ് ഒരു $1200 പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്തു. $300 പ്രോഫിറ്റ് നമ്മൾ ഓൾറെഡി റണ്ണിങ് ആണ്, ഇതിനകത്ത് കാണിച്ചിട്ടില്ല. ഓക്കെ. സോ ആൽഗോയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുള്ള ആൾക്കാർക്ക് എനിക്ക് മെസ്സേജ് അയക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. നമുക്ക് ബാക്കി കാര്യങ്ങൾ അല്ലെങ്കിൽ ആൽഗോയുടെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമുക്ക് ഈ ആഴ്ചത്തെ ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് ഫസ്റ്റ് ഓഫ് ഓൾ പോവാം. ഈ മാസം തുടക്കം ആയതുകൊണ്ടിട്ട് തന്നെ ഈ മന്ത്ലി എങ്ങനെയാണ് നമ്മൾ മാർക്കറ്റ് പോകാനായിട്ടുള്ള ചാൻസ് ഉള്ളത് അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഡെയിലി ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും പറഞ്ഞു പോകാം. ഓക്കെ. സോ നമുക്ക് ഈ ആഴ്ചത്തെ എന്താണ് നമ്മളുടെ കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകൾ നോക്കുമ്പോൾ ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് ന്യൂസുകളൊന്നും വലുതായിട്ടില്ല. യൂറോ സോണിൽ നിന്ന് കുറച്ച് ന്യൂസുകൾ 1:15 ശേഷമുണ്ട്. യൂറോയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരൊന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം വൈകുന്നേരം GBP എന്നൊരു ചെറിയ മീഡിയം ഇമ്പോർട്ടൻറ്റ് ന്യൂസ് വരുന്നുണ്ട് 2 മണിക്ക്. ഓക്കെ. 7:30 മണിക്ക് നമുക്ക് ISM മാനുഫാക്ചറിങ് PMIയുടെ ന്യൂസ് വരുന്നുണ്ട്. US നിന്ന് വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല, പക്ഷെ എന്നിരുന്നാലും ഒന്ന് ശ്രദ്ധിക്കുക 7:30 മണിക്ക്. ഓക്കെ. പിന്നീട് നാളെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെയും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളൊന്നും തന്നെ ഇല്ല. ജോബ് ഓപ്പണിങ്ങിൻ്റെ ന്യൂസ് ഉണ്ട് 7:30 മണിക്ക്. അത് മാത്രമാണ് ഇച്ചിരിയെങ്കിലും മീഡിയം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറയാനായിട്ട്. ഓക്കെ. മറ്റന്നാൾ നമുക്ക് നോക്കാം, ബുധനാഴ്ച നമുക്ക് രാവിലെ 5 മണിക്ക് JPYയിൽ നിന്ന് 2 ന്യൂസുകളുണ്ട്. അതേപോലെ യൂറോയിൽ നിന്നൊരു മീഡിയം ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ഉണ്ട് 12:15 ആയിട്ട്. GBP നിന്ന് ചെറിയൊരു ന്യൂസ് ഉണ്ട് 2 മണിക്ക്. ഓക്കെ. 5:45 ADP നോൺ ഫാം എംപ്ലോയ്മെൻറ്റ് ചേഞ്ചിൻ്റെ ന്യൂസ് ഉണ്ട്. ISM സർവീസ് PMI ഉണ്ട്. അങ്ങനത്തുള്ള വളരെ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ചിൻ്റെ ന്യൂസ് വരുന്നുണ്ട് 8 മണിക്ക്. ഓക്കെ. സോ ഇതൊന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ല, മീഡിയം ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. പക്ഷേ നമ്മൾ ഈ ഒരു ന്യൂസ് ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ചിലപ്പം വലിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മാർക്കറ്റിനെ അത് ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യും. സോ ഇന്ന ടൈമിങ്ങുകളിൽ നിങ്ങളൊന്ന് അവെയർ ആയിരിക്കണം. ആ സമയത്ത് എന്താ പറയുക, റിസ്ക് മാനേജ് ചെയ്യാതെ മാർക്കറ്റിലോട്ട് ഇറങ്ങാതിരിക്കുക എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ. നമുക്ക് ഓഗസ്റ്റ് 6 നോക്കാം. ഓഗസ്റ്റ് 6 നമുക്ക് രാവിലെ തന്നെ FOMC മെമ്പേഴ്സിൻ്റെ സ്പീച്ച് ഉണ്ട് രാവിലെ, അതായത് ബുധനാഴ്ച രാത്രി 1:30 മണിക്കായിരിക്കും. ഓക്കെ. പിന്നീട് നമുക്ക് GBPയിൽ നിന്നും യൂറോയിൽ നിന്നുമൊക്കെ മീഡിയം ഇമ്പോർട്ടൻറ്റ് ന്യൂസുകളുണ്ട്. USA നിന്ന് ഒരു എന്താ പറയുക, വൈകുന്നേരം 6 മണിക്ക് ശേഷം നോർമലി ഉള്ളതുപോലെ മീഡിയം ഇമ്പോർട്ടൻറ്റ് ന്യൂസുകളുണ്ട്. അപ്പം
ഇന്ന് മുതൽ വ്യാഴാഴ്ച വരെ നമുക്ക് ഓക്കെയാണ്, നോ പ്രോബ്ലം. വലിയ മീഡിയം ഇമ്പോർട്ടൻറ്റ് ന്യൂസുകൾ മാത്രമേ ഉള്ളൂ അല്ലേ. പക്ഷേ വെള്ളിയാഴ്ചയാണ് നമ്മളുടെ താരം നോൺ ഫാം പേറോൾ വരുന്നുണ്ട്. ഓക്കെ, സോ നോൺ ഫാം എംപ്ലോയ്മെൻറ്റ് ചേഞ്ച് വരുന്നത് 6 മണിക്കാണ്. സോ ഈ ആഴ്ചത്തെ താരം നോൺ ഫാം പേറോളാണ്. വെള്ളിയാഴ്ച മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് വൈകുന്നേരം 5 മണിക്ക് മുന്നേ ആയിട്ടെങ്കിലും മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ ഇതാണ് എനിക്ക് നമ്മുടെ ഈ കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകളിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഡെഫിനറ്റ്ലി നമ്മളുടെ എന്താ പറയുക, നമ്മുടെ മിഡിൽ ഈസ്റ്റിലുള്ള കാര്യങ്ങൾ ചെറിയ രീതിയിലൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, സോ അത് നമ്മൾ അവെയർ ആയിരിക്കണം. അതേപോലെ നമ്മളുടെ ഈ ഒരു മാസത്തെ നമ്മളുടെ മാർക്കറ്റ് ഗോൾഡിൻ്റെ റേഞ്ചിലോട്ട്, ടെക്നിക്കൽ റേഞ്ചിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ഇപ്പോൾ 4058 നിൽക്കുന്നു. സോ ബേസിക്കലി ഈ മാസത്തെ ഒരു റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 3930 മുതൽ 4280 വരെയാണ് ഈ മാസത്തെ റേഞ്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുള്ളത്. സോ ബേസിക്കലി താഴോട്ട് പോവുകയാണെങ്കിൽ 4980 കുറേ വട്ടം സപ്പോർട്ട് ചെയ്തു. സോ ഇനി അടുത്ത വട്ടവും 4980 സപ്പോർട്ട് ചെയ്യും എന്ന് എന്താ പറയുക എന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, സോ മിക്കവാറും അത് 3980 അവിടുന്ന് ബ്രേക്ക് ചെയ്ത് 3930 പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, വൈഡർ റേഞ്ച് പറയുകയാണെങ്കിൽ ഈവൻ 3830 പോകാനായിട്ടുള്ള പോസിബിലിറ്റി വരെ ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവാണ്. സോ അതുകൊണ്ടിട്ട് തന്നെ മാർക്കറ്റിൽ നിങ്ങൾ ഓൾറെഡി പെൻഡിങ് ഓർഡേഴ്സ് ഇട്ട് വെച്ചിട്ടുണ്ടാവും 3980 അവിടെയൊക്കെ. ആ പെൻഡിങ് ഓർഡർ വെക്കണം എന്നില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, 3930 നിന്നായിരിക്കും ഇനിയുള്ള റീബൗണ്ട് ചെയ്യുക. അതൊരു വൈഡൻ റേഞ്ചിൽ 3880 ടു 4280 എന്ന് പറയുന്ന ഓൾമോസ്റ്റ് ഒരു $400 മൂവ്മെൻറ്റ് ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇതാണ് ഓവറോൾ റേഞ്ച് ഓഫ് മാർക്കറ്റ് ഫോർ ഓഗസ്റ്റ് ഓഫ് 2026, റൈറ്റ്. സോ ബേസിക്കലി ഇത്രയും, അതായത് ഈ മന്തിലെ ഈ ഒരു റേഞ്ച് വലുതായത് കൊണ്ടിട്ട് തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം ഡെയിലി റേഞ്ചസും വലുതായിരിക്കും എന്നുള്ളൊരു കാര്യം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. ഓക്കെ, അതുകൊണ്ടിട്ട് സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യാതിരിക്കുക. സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്താൽ ഉറപ്പായിട്ടും നമുക്ക് പണി കിട്ടും എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ നമുക്ക് ഗോൾഡിൻ്റെ ഇന്നത്തെ റേഞ്ചും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഇന്നത്തെ നമ്മളുടെ ഇപ്പോൾ 4063 നിൽക്കുന്നു. മാർക്കറ്റ് ഭയങ്കര വോളറ്റൈലാണ്. 4063 നിൽക്കുന്നു. സോ ഈ 4063 നിന്ന് നമുക്ക് 11:30 മണിക്കുള്ള ക്യാൻഡിൽ ക്രൂഷ്യലാണ്. സോ എൻ്റെ അടുത്ത് ചോദിച്ചാൽ 4050 റേഞ്ചിലോട്ട് നമുക്ക് വീണ് കിട്ടിയാൽ ഓക്കെ, അവിടുന്ന് നമുക്കൊരു കുഴപ്പമില്ലാത്തൊരു ബൈ എൻട്രി ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. സോ ബെറ്റർ ഓപ്പർച്യൂണിറ്റി എപ്പോഴും 4030 കിട്ടുമ്പോഴാണ്. ഓക്കെ, സോ 4030 വീഴുമ്പോൾ അവിടെ ഒരു ഡയറക്റ്റ്ലി ചാടി കയറി ഇറങ്ങുക എന്നുള്ളതല്ല എൻ്റെ പോയിന്റ്. 4030 അവിടെ വരെ വന്നാൽ ചിലപ്പം അത് 4015 വരെ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ 4015 ഏറ്റവും ബെസ്റ്റ് എൻട്രി ഇൻ ഗോൾഡ് ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് പറഞ്ഞാൽ 4030 അവിടെ സപ്പോർട്ട് ചെയ്തില്ല. അതായത് ഒരു 1 അവർ ക്യാൻഡിലായിരിക്കും. 1 അവർ ക്യാൻഡിൽ ചിലപ്പം അവർലി ക്യാൻഡിൽ തുടങ്ങുന്നത് 4030 മുകളിലായിരിക്കാം. ഓക്കെ, സോ ഡെഫിനറ്റ്ലി 4015 വരെ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് മാത്രം. ഓക്കെ, 4030 അവിടെ നിൽക്കില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, സോ എനിവേയ്സ് നമുക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും സേഫസ്റ്റ് എൻട്രി 4030-4015 റേഞ്ചിൽ നിന്ന് ബൈ എൻട്രി എടുക്കുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള എൻട്രി. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക, പ്രത്യേകിച്ച് ഇന്ന് മൺഡേ ആയതുകൊണ്ടിട്ട്. ഓക്കെ, ഇല്ലാത്ത ആൾക്കാർക്ക്, അത്രയും വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ലാത്ത ആൾക്കാർക്ക് 4050 മുകളിലാണ്. എന്നാൽ 4050 to 55 ഇടയ്ക്കാണ് നമുക്ക് 11:30 മണിക്കുള്ള ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്ത് 1 അവർ ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ 4045 താഴെയായിട്ട് ടൈറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് $5, $6, $7 സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു എൻട്രി എടുക്കാവുന്നതാണ്. അതിൻ്റെ TP നമുക്ക് 4075-80 റേഞ്ചിലോട്ട് നമുക്ക് വെക്കാം. സോ അതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ നമ്മൾ വളരെ ചെറിയ ഒരു 70 പിപ്പിൻ്റെ സ്റ്റോപ്പ് ലോസും, എന്നാൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 300 പിപ്പിൻ്റെ അല്ലെങ്കിൽ 200-250 പിപ്പിൻ്റെ TP നമുക്ക് ഉണ്ട് എന്നുള്ളതാണ് അവിടുത്തെ അഡ്വാൻറ്റേജ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, ഇല്ല എങ്കിൽ 4030-4015 ഇടയ്ക്ക് ബൈ കിട്ടാൻ നേരത്ത് ബൈ എൻട്രി എടുക്കുന്നതായിരിക്കും എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, ശരി.
നമുക്ക് നേരെ നമ്മളുടെ എന്താ പറയുക, സോ ഈ ഒരു എൻട്രിയാണ് ഇന്നത്തെ ദിവസം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നേരെ നമ്മളുടെ USD/JPYയിലോട്ട് വരാം. സോ USD/JPYയിൽ നമ്മൾ പല വട്ടവും പറഞ്ഞു അല്ലേ, 1163.70 അവിടെ നിന്നുള്ള നമ്മൾ സെല്ലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ. നമ്മൾ ഒരുപാട് വട്ടം എടുത്തെടുത്ത് പറഞ്ഞതാണ്. പല ആൾക്കാരും എൻ്റെ അടുത്ത് പേഴ്സണലി വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച്. ഓക്കെ, ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞു കൊടുത്തു കൃത്യമായിട്ട് എവിടെയാണ് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടത്, എത്രമാത്രം നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് അല്ലേ. സോ ബേസിക്കലി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തു. ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ മാർക്കറ്റിൽ ഞാനിത് ഇട്ടിരുന്നു, എനിക്ക് സ്വാപ്പ് ചാർജ് ഉണ്ടായി, പക്ഷേ എനിക്ക് നല്ലൊരു പ്രോഫിറ്റ് എനിക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റി. ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചുള്ള എല്ലാ ആൾക്കാർക്കും ഞാൻ ആ പ്രോഫിറ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റ് എനിക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. സോ ഇനി അതായത് ഞാൻ ഇന്നലെ വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട, നമുക്ക് വെള്ളിയാഴ്ച കഴിഞ്ഞിട്ടൊരു തീരുമാനം എടുക്കാം. അപ്പോൾ വെള്ളിയാഴ്ച ക്ലോസ് ആയതും 160 താഴെയായിട്ടായിരുന്നു അല്ലേ, 157 അടുപ്പിച്ചിട്ടായിരുന്നു. ഓക്കെ, ബിക്കോസ് US സെഷൻ വെള്ളിയാഴ്ച സ്റ്റാർട്ട് ചെയ്യുമ്പോഴും 160.5 നിൽക്കുകയായിരുന്നു. അവിടെ നിന്ന് ഒറ്റയടിക്ക് പിന്നെയും വീണു 157 വീണു. സോ ഇന്ന് രാവിലെ വീണ്ടും വീണു 155.20 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. ഓക്കെ, സോ ബേസിക്കലി ഇനി നമുക്ക് ഇവിടുന്ന് ഒരു നല്ലൊരു ബൈ എൻട്രിയാണ് നമുക്ക് പോസിബിലിറ്റി ഉള്ളത്. ബിക്കോസ് US ഡോളർ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സോ യുഎസിന് നല്ല രീതിയിലുള്ള എല്ലാ ന്യൂസുകളും ഇനി നമ്മുടെ USD/JPY മുകളിലോട്ട് കൊണ്ടെത്തിക്കും. ഇത് 2 ദിവസം കൊണ്ട് ഓൾമോസ്റ്റ് 700 പിപ്പ് താഴെ വന്നു എന്നുള്ളത് ഞാൻ ഉറപ്പായിട്ട് നിങ്ങളടുത്ത് പറഞ്ഞ ഒരു ഇതുണ്ടാകും എന്നുള്ളൊരു കാര്യം പറഞ്ഞാണ് അല്ലേ. സോ ബേസിക്കലി എനിക്ക് ഇവിടെ നിന്നുള്ളൊരു ബൈ എൻട്രി 155 അവിടെ നിന്നുള്ളൊരു ബൈ എൻട്രിയാണ് എനിക്ക് നിങ്ങളടുത്ത് റെക്കമെൻഡ് ചെയ്യാനായിട്ടുള്ളത്. 155 അവിടെ നിന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 154.60 അവിടെ കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം. ബിക്കോസ് താഴോട്ട് വീണാൽ അത് ബ്രേക്ക് ചെയ്ത് താഴെ പോയാൽ വീണ്ടും 152 വരെ നമുക്ക് കിട്ടും. അപ്പം 152 to 163-62 റേഞ്ചിലോട്ട് നമുക്ക് നല്ലൊരു ബൈ എൻട്രി ഓപ്പർച്യൂണിറ്റി നമുക്ക് എടുത്തു പോകാം. ഓക്കെ, സോ ഈ JPY മാത്രം നമുക്ക് നല്ലോണം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല പൈസ ഉണ്ടാക്കാം. ഒരു മാസം ഒറ്റ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ മതി. ഓക്കെ, ഒറ്റ ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയാൽ മതി. നിങ്ങൾ ഈ ഒരു കാര്യത്തിനകത്ത് വിശ്വസിക്കുക തന്നെ, നമുക്കത് പ്രോപ്പറായിട്ട് ചെയ്തു പോവാം. ഇതിൻ്റെ ഇടയ്ക്ക് കയറി ചെയ്യാതിരിക്കുക. ഇപ്പം 156 അവിടെ നിന്നും വാങ്ങണമെന്ന് ഞാൻ പറയത്തില്ല. വെയിറ്റ് ചെയ്യ്, മാർക്കറ്റിനെ വെയിറ്റ് ചെയ്യ്. ഡെഫിനറ്റ്ലി യു വിൽ ബി ഗെറ്റിംഗ് ദ ഓപ്പർച്യൂണിറ്റി. ഓക്കെ, സോ അത് നമുക്ക് ഇങ്ങനത്തുള്ള സാധനങ്ങളിലൊക്കെ ലോങ്ങർ ടേമിലോട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. വീണ്ടും 155, 152 ഈ 2 പോയിൻറ്റ്സാണ് നമ്മുടെ ബൈ എൻട്രീസ്. ഓക്കെ, അവിടെ 155 അവിടെ എടുക്കുന്ന ആൾക്കാർ സ്റ്റോപ്പ് ലോസ് ഇട്ട് തന്നെ മുന്നോട്ട് വയ്ക്കും. ഓക്കെ, ഓവറായിട്ട് പൊസിഷൻസ് എടുക്കാതിരിക്കുക. ഓക്കെ, സോ എനിവേസ് നമുക്ക് ഗോയിങ് ടു GBP/USD. GBP 1.3475 നിൽക്കുന്നു. ബേസിക്കലി ഒരു ഡൗൺ ട്രെൻഡ് ആണ്. പക്ഷേ GBP എനിക്ക് സെല്ല് പറയാനായിട്ടുള്ള ഒരു ധൈര്യമില്ലാത്തത് കൊണ്ടിട്ട് തന്നെ 1.3400 അവിടെ കിട്ടിയാൽ അവിടെ നിന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഓക്കെ, 1.3400 അവിടെ ബൈ ചെയ്യുന്ന ആൾക്കാർ 1.3360 താഴെയായിട്ട് കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുക എന്നുള്ളൊരു കാര്യം കൂടെ എടുത്ത് ഓർമ്മിച്ച് പോവുകയാണ്. ഓക്കെ, GBP/USD നമ്മളുടെ ലോങ്ങർ ടേം ബൈ എൻട്രി എന്ന് പറയുന്നത് എത്രയാണ്? 1.3200 ആണ് ലോങ്ങർ ടേം ബൈ എൻട്രി. 1.3200 അവിടെ എങ്ങാനും വീണ് കിട്ടിയാൽ 1.3200, 1.60 ഇതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ പ്രോപ്പർ ബൈ എൻട്രി. ഓക്കെ, അവിടെയൊക്കെ കിട്ടിയാൽ ധൈര്യമായിട്ട് കണ്ണും പൂട്ടി എൻട്രി എടുത്തു. കണ്ണും പൂട്ടി ബൈ എൻട്രി എടുത്തോ എന്ന് പറയുന്നത് നമ്മൾ വെറുതെ ചുമ്മാ കയറി എൻട്രി എടുക്കണം എന്നുള്ളതല്ല. നിങ്ങളുടെ ക്യാപിറ്റൽ എത്രയാണോ ആ ക്യാപിറ്റലിന് ഇപ്പം ഈവൻ ഇവിടുന്നൊരു 500 പിപ്പ് താഴെ വീണാലും നിങ്ങളുടെ ക്യാപിറ്റൽ അടിച്ച് പോവാതിരിക്കുക. ഓക്കെ, അങ്ങനെ ആയിരിക്കണം നമ്മൾ പൊസിഷൻസ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഗ്രീഡി ആയിപ്പോവും, നമ്മളുടെ കയ്യിലുള്ള പൈസ പോവുകയും ചെയ്യും. ഓക്കെ, ശരി, നമുക്ക് EUR/USD പോവാം. EUR/USD 1.1534 നിൽക്കുന്നു. ഈ മാസത്തെ ഏറ്റവും ബെസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് 1.1200 അവിടെ യൂറോ വീണ് കിട്ടിയാലാണ്. ഓക്കെ, അത് വീണ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നമുക്കറിയില്ല. പക്ഷേ കഴിഞ്ഞ മാസം നമുക്ക് ഈ 2 ഓപ്പർച്യൂണിറ്റിയും കിട്ടി അല്ലേ. സോ ഞാൻ GBP എടുക്കാം. GBP എത്രയാണ് നമ്മൾ പറഞ്ഞത്? GBPയുടെ ഓപ്പർച്യൂണിറ്റി എത്രയാണ് പറഞ്ഞത് നമ്മൾ?
1.3200 ആണ് നമ്മൾ പറഞ്ഞതല്ലേ. ഡേ ക്യാൻഡിൽ എടുത്തപ്പോൾ ഇത് പ്രോസസ്സിങ് ആണ് ചാർട്ട് കാണിക്കുന്നത് കേട്ടോ. ഒന്ന് വെയിറ്റ് ചെയ്യണേ, നമുക്കൊരു H4 എടുത്ത് നോക്കാം. അതും പ്രോസസ്സിങ് ആണ്. H1 പോവുക ഇനി. H1 ഉണ്ട് ഇവിടെ. ഞാൻ H1 വെച്ച് തന്നെ കാണിച്ചു തരാം. ഓക്കെ, ഇതാ കഴിഞ്ഞ മാസം നമുക്ക് കിട്ടിയ ലോയാണ്. എവിടെ? ജൂൺ 24 1.31396. അവിടുന്ന് ഒരു ലോട്ട് എടുത്ത ഒരാൾ $4,000 പ്രോഫിറ്റ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ വെയിറ്റ് ചെയ്യാം മാർക്കറ്റിന്. ഓക്കെ, ഈ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി കറൻസീസിൽ ഈ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവനാണ് ഏറ്റവും ബുദ്ധിയുള്ളവൻ. മനസ്സിലായില്ലേ? കറൻസീസിൽ. ഓക്കെ, ഇത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടി. ഞാൻ പറഞ്ഞതാണ്, ഇപ്പോഴും ഞാൻ പറയുന്നു, ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രാഡേ പൊസിഷൻ എടുക്കാം. അത് എടുത്ത് അന്ന് തന്നെ ക്ലോസ് ചെയ്യണം. ഒന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടേക്ക് പ്രോഫിറ്റ്. ബട്ട് ഡെഫിനറ്റ്ലി വെയിറ്റ് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ബുക്ക് ദ പ്രോഫിറ്റ് ആഫ്റ്റർ ലൈക്ക് 200 to 300 പിപ്സ് വിത്ത് നല്ല ഒരു എന്താ, നിങ്ങൾ ഒരു ലോട്ട് ഗോൾഡിൽ ചെയ്യുന്ന ആളാണെങ്കിൽ 0.3 0.5 ലോട്ടോ നിങ്ങൾക്ക് GBPയിൽ ചെയ്യാം അക്കോർഡിംഗ് ടു യുവർ ക്യാപിറ്റൽ. റൈറ്റ്? യൂറോ USD നോക്കാം. യൂറോ USD കഴിഞ്ഞ മാസം എവിടെ എത്തിയെന്ന് നോക്കാം. 1.1200. ഇതിൻ്റെ ഇടയ്ക്കും താഴെ നല്ല വന്നിട്ടുണ്ടായിരുന്നു. യെസ്, ഓൾമോസ്റ്റ് 1.1300 വരെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അവിടെ നിന്നാണ് വീണ്ടും റീട്രേസ് ചെയ്ത് മുകളിലോട്ട് പോയത്. നമുക്ക് GBP USD GBP ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഞാൻ 163.164 അടുപ്പിച്ച് ഹിറ്റായിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഇപ്പം നമുക്ക് 800 പിപ്പിൻ്റെ താഴെ വേണം കിട്ടുന്നത്. ഇതെടുത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, ഇതെടുക്കണം, ഇനിയും വീണാൽ കിട്ടണം നമുക്ക്. ഓക്കെ, സോ എനിവേയ്സ് നമുക്ക് യൂറോ USDയിൽ ഇന്നത്തെ ഓപ്പർച്യൂണിറ്റി നോക്കിക്കഴിഞ്ഞാൽ 1.1500 അവിടെ നിന്നുള്ളൊരു ബൈ എൻട്രി ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷേ ഇന്നത്തെ ദിവസം യൂറോയിൽ നിന്ന് മാറി നിൽക്കുക. ഒരു ദിവസം മാറി നിന്നതിന് ശേഷം മാത്രം യൂറോയിലൊരു ട്രേഡ് എടുക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം ഇന്നും നമുക്ക് 1.1500 മുകളിൽ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, നമുക്കവിടെ സപ്പോർട്ടായി എന്നുള്ളൊരു കാര്യം അനുമാനിക്കുകയും അവിടെ നിന്നുള്ളൊരു ബൈ എൻട്രി നമുക്ക് പോവുകയും ചെയ്യാം. ഓക്കെ, അതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു കാര്യം. സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾ ബ്രോക്കേഴ്സ് നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എൻ്റെ അടുത്ത് മെസ്സേജ് അയക്കുക. ഞാൻ നല്ല ബ്രോക്കേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ അൽഗോ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അൽഗോയെ കുറിച്ചുള്ള ഡീറ്റെയിൽസും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എടുത്ത് ഓർമ്മിപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷൻ എടുത്ത് നമ്മൾ നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.